തെക്ക് തിരുവിതാംകൂറുകാരനായ സന്റെയാണ് ഈ കാണുന്നത്. വിവാഹ ജീവിത സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് നാളേറെയായി. മുറുക്കൻ ചവക്കണമില്ല, ആ താമസണ്ണനെ കാണാനുമില്ല. എന്റെ അണ്ണ ആര് കണ്ടോണ്ടിരിക്കുക നീ കടയിൽ മുമ്പ് തുപ്പി വെക്കുന്നത്? ചുമ്മാ അരിയടാ. പിന്നെ ഇവിടെ നിന്ന് മുറുക്കാൻ വാങ്ങിച്ച പിന്നെ ഇവിടെ തുപ്പാതെ പിന്നെ അവിടെ കൊണ്ടുവന്ന് തുപ്പാൻ പറ്റുമോ? അവിടെ തുപ്പി വെക്കില്ല ഏട്ടാ, കടയാണ്. ശരിയടേ, എന്റെ മുറുക്കന്റെ പൈസ ഒന്നും കൊടുക്കട്ടെ ഏട്ടാ. താമസണ്ണനെ കൂടി പെണ്ണാണോ സമയമായി. പാടാ ഇവിടെ നിന്ന്. ഞാൻ തരാം കേട്ടാ. കട്ടാവളി എന്നാടാ പറഞ്ഞ കുറ്റിയും പറിച്ച് രാവിലെ. അണ്ണാ ഇതാണ് സാംസണ്ണ പറഞ്ഞ കട. നമ്മളൊരു ചായ പടയം കുടിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് ബാ. എന്താടാ ഇതിൽ ഒരുപാട് എണ്ണ അല്ലേ? വട പിന്നെ എണ്ണയിലല്ലാതെ പച്ചവെള്ളത്തിലാണ് ഉണ്ടാകുന്നത്. എന്താ എണ്ണ ഇത്? ഈ കല്യാണമെങ്കിലും നടന്നാ മതിയായിരുന്നു. നടക്കും. സാംസണ്ണ വരുമ്പോ നീ മാന്യമായിട്ടൊന്ന് സംസാരിച്ചാ മതി കേട്ടാ. ആ ദാണ്ട സാംസണ്ണ വന്നല്ല, 100 അങ്ങോട്ട് ഇരിക്കുക. അങ്ങോട്ട് ഇരി അണ്ണ. ഞാൻ ഇപ്പോഴേ കാത്തു നിന്ന് മലയും കീഴ് ഒരു ഓട്ടം പിടിച്ച് വന്നാ പോരായിരുന്ന. നമ്മള് വാൽദാര ജംഗ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഓ നമ്മള് വിഴിഞ്ഞമ്പോണ്ട് റോഡിന്റെ അവിടെ. വാട്ടയം പിടിച്ച് പോവാ. അവന്റെ ചോദിച്ച പാത്രം 150 രൂപയെന്ന്. 30 രൂപയുടെ വാങ്ങിയും കുടിച്ചൊരു മുറുക്കാനും വാങ്ങിയിരുന്നു. നടക്കുന്ന കാര്യം സംശയമാണ് കേട്ടാ. നിങ്ങൾ വരി, പുറത്തുനിന്ന് സംസാരിക്കാം. ഷാന്ത് എന്റെ കൂടെയുള്ള എല്ലാരും എവിടെയാടാ? അവൻ മാമന്റെ പോണ്ടയെല്ലാം നിന്നിട്ടുള്ള വരുള്ളൂ. അണ്ണ ഇങ്ങോട്ട് വാ. ആ ബെസ്റ്റ് ആ ശാന്തം നേട്ടാൽ എന്നിട്ട് പറഞ്ഞതാണ് പകുതി മരുന്നിൽ ഇങ്ങനെ കെട്ടി നിർത്തരുതെന്ന്. നിങ്ങളൊരു വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കാര്യം പറയുവേ. എടാ ഈ കല്യാണം നടക്കൂല കേട്ടാ. തള്ളേ, അപ്പൊ ഇതും വലിച്ചന്നെ. പിന്നെ വലിക്കാതെ ഇതും തേങ്ങ അണ്ണാ. ഇങ്ങാർക്ക് വയസ്സ് 40-45 വയസ്സായി. നീ എപ്പോഴും കല്യാണം? അപ്പൊ നടക്കൂലേ? ഞാൻ ഇത്തിരി കത്തിരിക്ക കൊണ്ട് പെണ്ണിന്റെ അച്ഛനെ കാണാൻ പോയി. അങ്ങനെ താല്പര്യമില്ലെന്ന്. ആ കത്തിരിക്ക എടുത്ത് അങ്ങനെ വായിക്കാത്തടിച്ച് ചപ്പി വെച്ചു കൊടുക്കാത്തത് ചപ്പി. എടാ ഇതും കുട്ടി 50ാമത്തെ കല്യാണമാണ് ഞാൻ നിനക്ക് വേണ്ടി നോക്കി മുടങ്ങണത് കേട്ടാ. വച്ച് മതിയാക്കുകയോ ഏതോ ഒരു എംബോക്ക് ഇത് മുടക്കണമെന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്. അടാ ഞാനല്ല, എന്നെ വിശ്വാസമല്ലേ? അങ്ങനെ എന്റെ 50ാമത്തെ കല്യാണം മുടങ്ങി അല്ലേ താമസണ്ണ? എല്ലാ സുഹൃത്തുക്കളെയും കണ്ണടച്ച് വിശ്വസിക്കണ്ടല്ലേ? അല്ല ഞാൻ പാവം. ഈ പാവം തന്നെടാ. പക്ഷെ മുടക്കണവന്മാരും ഉണ്ട് അല്ലേ താമസണ്ണ? എന്ത് ചെയ്യാൻ? ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് നിക്കാം. വാടാ പാമാ മാറ്.